നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരമാണ് മഞ്ജു പിള്ളയുടെ മകൾ ദയ. വിമർശനങ്ങളോടുള്ള ദയയുടെ പ്രതികരണം പലപ്പോഴും കയ്യടി നേടാറുണ്ട്. ഇപ്പോൾ ദയയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ബ്ലോഗറുടെ വീഡിയോയാണ് ചർച്ചയാവുന്നത്. ദയയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ചുകൊണ്ട് ഷെഫീന എന്ന ബ്ലോഗറാണ് എത്തിയത്. പിന്നാലെ ദയ നൽകിയ മറുപടിയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന അതിരൂക്ഷമായ സൈബർ അധിക്ഷേപങ്ങൾക്ക് വികാരനിർഭരവും എന്നാൽ ശക്തവുമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദയ സുജിത്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച പുതിയ വീഡിയോയിലാണ് ദയ വിമർശകർക്കെതിരെ നിലപാട് വ്യക്തമാക്കിയത്. ടോക്സിക് ആയ ആളുകൾക്ക് മറുപടി നൽകി ഊർജം കളയാതെ തന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും ദയ പറഞ്ഞു. തനിക്കായി ആദ്യമായി ലില്ലിപ്പൂക്കൾ വാങ്ങിയതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ദയ വീഡിയോ ആരംഭിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നേരിട്ട വലിയ സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും ദയ മനസ്സ് തുറന്നു. വ്യക്തിജീവിതത്തിൽ നേരിട്ട ചില തകർച്ചകൾ കാരണം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്ത സമയത്താണ് തനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ അധിക്ഷേപങ്ങൾ വരാൻ തുടങ്ങിയതെന്ന് ദയ പറയുന്നു. തന്റെ വസ്ത്രധാരണത്തെ വിമർശിച്ച ബ്ലോഗറുടെ പേര് പരാമർശിക്കാതെയായിരുന്നു ദയയുടെ പ്രതികരണം. തനിക്കെതിരെ സംസാരിച്ച ആ സ്ത്രീയുടെ വാക്കുകളെ അനുകൂലിച്ച 98% ആളുകളുടെ പ്രതികരണങ്ങൾ കണ്ട് തനിക്ക് ഷോക്കല്ല, മറിച്ച് ഭയമാണ് തോന്നിയതെന്നും ദയ വെളിപ്പെടുത്തി. ഇത്തരം സൈബർ ആക്രമണങ്ങൾ കാരണം പലരുടെയും ജീവിതം തകരുന്നുണ്ടെന്നും ഇതിലൊക്കെ എനർജി കളയുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതാണെന്നും ദയ പറഞ്ഞു. എങ്കിലും ഇതിനെയെല്ലാം നിയമപരമായി നേരിടാനുള്ള കാര്യങ്ങൾ തനിക്കറിയാമെന്നും താരം വ്യക്തമാക്കി. പ്രതിസന്ധികൾക്കിടയിലും തനിക്കൊപ്പം നിന്ന ആളുകളോടും മെസ്സേജ് അയച്ച് ആശ്വസിപ്പിച്ച സെലിബ്രിറ്റികളോടും ദയ നന്ദി അറിയിച്ചു. ദയ സുജിത്ത് വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഞാൻ എനിക്കായിട്ട് കുറച്ച് പൂക്കൾ വാങ്ങി. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, അയ്യേ ഇതിപ്പോൾ പൂ മേടിച്ചതിലാണോ ഇത്ര വലിയ കാര്യമെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം സ്വന്തത്തെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ആദ്യത്തെ പടിയാണത്. ഞാൻ എന്നെ റെസ്പെക്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഇതിനു മുൻപ് ഒരിക്കലും എനിക്കായിട്ട് ഞാൻ പൂക്കൾ വാങ്ങിയിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയേ വാങ്ങിയിട്ടുള്ളൂ. ഇതാദ്യമായാണ് ഞാൻ എനിക്ക് വേണ്ടി പൂ മേടിക്കുന്നത്. അത് കാണിക്കാനാണ് ഞാൻ വന്നത്. ഈ ലില്ലിപ്പൂക്കൾ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു, എങ്കിലും ഞാൻ നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ പൂമ്പൊടി ഇരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ പൂക്കൾ കുറച്ചുകൂടി കൂടുതൽ നാൾ നിൽക്കും. ഇതിന് ചെറിയൊരു നാറ്റമൊക്കെയുണ്ട്, കയ്യിലായാൽ സ്റ്റെയിൻ ആവുകയും ചെയ്യും. എനിക്ക് ബയോളജി ഒന്നും അത്ര വലിയ വശമില്ല, എങ്കിലും ഞാൻ ഇന്നലെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജീവിതം നമ്മൾ എങ്ങനെ നിലനിർത്തണം എന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് എനിക്കിത്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, ഞാൻ കുറച്ച് ദിവസമായി ചെറുതായിട്ട് എയറിലാണ്. ഇപ്പോൾ എയറിൽ നിന്ന് മാറി സ്പേസിലേക്കായി വരുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം മുൻപ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ചെറിയൊരു തകർച്ച വന്നു. ഞാൻ മാനസികമായി നല്ല ഡൗൺ ആയിരുന്നു. ആ സമയത്താണ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. ദിവസവും പോസ്റ്റ് ചെയ്യേണ്ടതില്ലല്ലോ എന്ന് കരുതി. പക്ഷേ അടുത്ത ദിവസം നോക്കുമ്പോൾ ഞാൻ ഇതാ എയറിലായിരിക്കുന്നു. എന്നെ അധിക്ഷേപിച്ചവരുടെ പേരുകൾ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അങ്ങോട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ നെഗറ്റീവ് എനർജി ഇല്ല. ചട്ടിയിൽ എണ്ണ ചൂടായി കടുക് പൊട്ടിക്കുമ്പോൾ അതിലേക്ക് വെള്ളമൊഴിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെയായിരുന്നു ചുറ്റുമുള്ള പ്രതികരണങ്ങൾ. റിയാക്ട് ചെയ്യേണ്ട എന്ന് ഞാൻ കരുതി. എൻ്റെ ലൈഫ് ഓൾറെഡി ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തനിക്ക് കാലിൻ്റെ അടിയിലെയും പൊടിയുടെ വിലയെ ഇതിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേരുകൾ വരെ ഇതിലേക്ക് വലിച്ചിഴച്ചപ്പോഴാണ് എനിക്ക് വിഷമമായത്. ഒഴിവാക്കാമെന്ന് കരുതിയാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ പേടി തോന്നും. എന്നെ അധിക്ഷേപിച്ച ആ സ്ത്രീ പറഞ്ഞതിനെയൊക്കെ അനുകൂലിക്കുന്ന 98% ആളുകളെ കണ്ടപ്പോൾ എനിക്ക് ഷോക്കല്ല, പേടിയാണ് തോന്നിയത്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഇവിടെ ഉണ്ടല്ലോ എന്നോർത്ത്. ഇതിലൊക്കെ എനർജി കളയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ പൂക്കളെ നോക്കുന്നതാണ്. നിയമപരമായി നേരിടാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇതുപോലെ കുറേ പേരുടെ ജീവിതം തകർത്തിട്ടുണ്ട്. ഇതൊരു തമാശയല്ല. ഒരാളുടെ ജീവിതത്തെ ബാധിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. എങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത 2% ആളുകളുണ്ട്. എനിക്ക് വ്യക്തിപരമായി മെസ്സേജ് അയച്ച, ഞാൻ ഫോളോ ചെയ്യാത്ത ചില സെലിബ്രിറ്റികളുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഒരു കൊച്ചുകുട്ടി എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു: ചേച്ചി, ഇനി മേക്കപ്പ് വീഡിയോസ് ഒക്കെ ചെയ്യണം. ഞാൻ ചേച്ചിയെ കണ്ടാണ് മേക്കപ്പ് പഠിച്ചതെന്ന്. എനിക്ക് ഇങ്ങനെയുള്ളവരെ ഇൻസ്പയർ ചെയ്താൽ മതി. നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നത്. ഞാൻ ഇനിയും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകളും വ്ലോഗുകളും ചെയ്യും. ഒന്നിനും എന്നെ നിർത്താൻ കഴിയില്ല. എൻ്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും അനുഗ്രഹം എനിക്കൊപ്പമുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന പെൺകുട്ടികളോടും ആൺകുട്ടികളോടും അമ്മമാരോടുമൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഇഷ്ടം
ഇഷ്ടമുള്ള പൂക്കൾ വാങ്ങി വീട് അലങ്കരിക്കും. സെൽഫ് ലവിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായി ഇതിനെ കാണാം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ലിവിംഗ് റൂമിൽ ഈ ലില്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതും അതിന്റെ മണവും ഒക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷവുമാണ്. ഇനി കാശിന്റെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വഴിയിലൊക്കെ കാണുന്ന ചെറിയ പൂക്കൾ പറിച്ച് ഒരു ബൊക്കെ ഒക്കെ ഉണ്ടാക്കി നോക്കൂ. അവസാനമായ ഒരു കാര്യം കൂടി, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ നൈറ്റിയുടെ ലിങ്ക് ചോദിച്ച് ആരും വരരുത്. ഇത് എൻ്റെ അമ്മുമ്മ പണ്ട് കോട്ടയത്തോ ഏറ്റുമാനൂരോ മറ്റോ നിന്ന് വാങ്ങി തന്നതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ എവിടെ നിന്ന് തരാനാണ്? വേണമെങ്കിൽ ഇതിന്റെ പടം എടുത്ത് ഗൂഗിൾ ലെൻസിൽ അടിച്ചു നോക്കൂ. പിന്നെ ഈ മുടി കെട്ടിയിരിക്കുന്ന സ്ക്രഞ്ചി ആമസോണിൽ 20 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത, എന്നോട് നല്ല രീതിയിൽ സംസാരിച്ച എല്ലാവർക്കും വലിയൊരു നന്ദി എന്നായിരുന്നു ദയ പറഞ്ഞത്. ഷെഫീനയുടെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ് രൂക്ഷമായി വിമർശിച്ചും ഒരു വിഭാഗം എത്തിയിരുന്നു. നിങ്ങൾ എന്നെ പറഞ്ഞു, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എല്ലാത്തിനെയും പൂട്ടും. മഞ്ജുപിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല, അതുകൊണ്ട് നെകളിക്കേണ്ട എന്നുള്ളത്. ആ പറയുന്നത് കേട്ട് വേദന തോന്നുന്നത് എനിക്കല്ല, പറഞ്ഞവരെ കയ്യിൽ കിട്ടിയാൽ തല്ലിക്കാലൊടിക്കും. വിവരമില്ലാത്ത കുറേ മഞ്ഞക്കാർ ഇരിപ്പുണ്ട്. വല്ലവൻ്റെയും ലൈഫ് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ്. നാളെ അവർ പറയുന്ന ഒരു കമന്റിന് വേണ്ടി എൻ്റെ ജീവിതം തുലയ്ക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, കഷ്ടപ്പെട്ട് ജീവിക്കാൻ അവർ തയ്യാറാണോ എന്നുമായിരുന്നു മഞ്ജുപിള്ള മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞത്. ഈ അഭിമുഖം വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എങ്ങനെയെങ്കിലും നടക്കട്ടെ, നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക. കുടുംബത്തിലുള്ളവരെ പറഞ്ഞാൽ ആരും ക്ഷമിക്കില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് ഡ്രസ്സ് ഇടുന്നത് എന്ന് അവർക്കത് പ്രശ്നമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ? മറ്റുള്ളവർക്ക് കാണുമ്പോൾ അരോചകമായി തോന്നിയാൽ അവർ അത് വിമർശിക്കും. അത് സഹിച്ചോണം. പക്ഷെ നല്ല വൃത്തിയിൽ ഡ്രസ് ഇടാൻ പറയൂ ചേച്ചി. അതൊക്കെ കണ്ടാൽ പറഞ്ഞു പോകില്ലേ? നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഈ ഷെഫീന കുറെ ആൾക്കാരെ വൃത്തികെട്ട രീതിയിൽ പറയുന്നു. നേരത്തെ രേണുവിന്റെ പിറകെ ആയിരുന്നു, ഇപ്പോഴും പറയുന്നു. രേണുവിനെ നിന്റെ ചാനൽ ഉടൻ പൂട്ടും, അപ്പോൾ നീ പഠിക്കും. മക്കളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഏതൊരു അമ്മയുടെയും വികാരമാണ്. പക്ഷെ പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നതും നന്നായിരിക്കും, ഇൻക്ലൂഡിങ് ഡ്രസ്സിംഗ്. റിയാക്ഷൻ ചെയ്ത ആളുകൾ വാക്കുകൾ ഇച്ചിരി കടുത്തുപോയി. ഇങ്ങനെയാണ് നമ്മുടെ മക്കളെ പറഞ്ഞാൽ അമ്മമാർ പ്രതികരിക്കുക എന്ന് ഇവൾ മനസ്സിലാക്കട്ടെ. ഇതുമാത്രം പോരാ എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും നമുക്ക് അത്ര സങ്കടം വരില്ല. പക്ഷേ നമ്മുടെ കുട്ടികളെ തൊട്ട് കളിച്ചാൽ മോളുടെ ആഗ്രഹം ഇന്റർനാഷണൽ മോഡൽ ആകണമെന്നാണ്. ഫാഷൻ ഷോ ഒന്നും ഇവിടെ വിലക്കിയിട്ടില്ല, മോഡലിംഗ് വിലക്കിയിട്ടില്ല. ഇത് രണ്ടും ചെയ്യാൻ താല്പര്യമുള്ളവർ ഇങ്ങനെയുള്ള ഫോട്ടോ എല്ലായിടത്തും വരാൻ ആഗ്രഹിക്കും തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.